Good morning, students. ഈ ക്ലാസ്സിൽ നമ്മൾ ബോറോയിങ് കോസ്റ്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ലീഗൽ ഫ്രെയിം എന്താണ്, 23യുടെ സ്കോപ്പ് എന്താണ് അത് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ 23 സ്കോപ്പ് വെച്ചിട്ട് തന്നെയാണ് ഇന്ന് തുടങ്ങുന്നത്. സ്കോപ്പ് മുതലുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സ്കോപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23യുടെ സ്കോപ്പാണ് പറയുന്നത്. എൻ എൻറ്റിറ്റി ഷാൾ അപ്ലൈ ദിസ് സ്റ്റാൻഡേർഡ് ഇൻ അക്കൗണ്ടിങ് ഫോർ ബോറോയിങ് കോസ്റ്റ്. ബോറോയിങ് കോസ്റ്റ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ്, എൻറ്റിറ്റിയിലാണ് തുടങ്ങേണ്ടത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദിസ് സ്റ്റാൻഡേർഡ് does not deal with the actual or imputed cost of equity and cost of preferred capital. പ്രിഫേർഡ് ക്യാപിറ്റലിൻ്റെയും ഇംപുട്ടഡ് കോസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഇക്വിറ്റി കോസ്റ്റും ഇതിലേക്ക് വരില്ല. നമുക്കെല്ലാവർക്കും അറിയാം, മനസ്സിലായോ? ഇതിലേക്ക് വരില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡെപ്റ്റ് ബോറോയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിലെന്ത് വരില്ല? പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെയും ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെയും ഡയറക്റ്റ് കോസ്റ്റുകൾ വരില്ല, ആക്ച്വൽ കോസ്റ്റുകൾ വരില്ല. ഇനി എൻ എൻറ്റിറ്റി ഈസ് നോട്ട് റിക്വയർഡ് ടു അപ്ലൈ ദിസ് സ്റ്റാൻഡേർഡ്. ഇനി ഏതൊക്കെ സമയത്താണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടാത്തത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത മേഖല ഏതാണ്? ഒന്ന്, ക്വാളിഫയിങ് അസറ്റ് മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂ, ലൈക്ക് അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ബയോളജിക്കൽ അസറ്റ് പോലുള്ളൊരു അസറ്റിനെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബി പോയിൻ്റ്, ഇൻവെൻട്രീസ് ദാറ്റ് ആർ മാനുഫാക്ചേർഡ് ഓർ അതർവൈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓൺ എ റിപ്പിറ്റേറ്റീവ് ബേസിസ്. അതായത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻവെൻട്രീസിൻ്റെ ബേസിൽ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ക്വാളിഫയിങ് അസറ്റ് മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂവും അതുപോലെ തന്നെ ഇൻവെൻറ്ററീസ് സാധാരണഗതിയിൽ സെയിൽ നടത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇൻവെൻറ്ററീസും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23യുടെ സ്കോപ്പിനുള്ളിൽ വരുന്നതല്ല. അപ്പോൾ എന്താണ് നേരത്തെ ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞത് അല്ലേ? എ ക്വാളിഫയിങ് അസറ്റ് മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂ ഇതിലെടുക്കില്ല, അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23യിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് നോക്കാം നമുക്ക്. A qualifying asset is an asset that necessarily takes a substantial period of time to get ready for its use or sale. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അതാണ് പറഞ്ഞത്. എ ക്വാളിഫയിങ് അസറ്റ് ഈസ് ആൻ അസറ്റ് ദാറ്റ് നെസസറിലി ടേക്സ് എ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ടു ഗെറ്റ് റെഡി. അത് റെഡിയാക്കുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. മനസ്സിലായാലോ? അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്നതിനോ സെയിൽ നടത്തുന്നതിനോ വേണ്ടി റെഡിയാക്കുന്നത് വരെയുള്ള സമയം. അങ്ങനെ കുറച്ച് സമയം എടുക്കുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇൻവെൻറ്ററീസ്, ബി പോയിൻ്റ് മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, സി പവർ ജനറേഷൻ ഫെസിലിറ്റീസ്, ഡി ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെ എന്താണ്? ക്വാളിഫയിങ് അസറ്റാണ്. മനസ്സിലായല്ലോ? ഇവിടെ ഒന്നും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല? ബോറോയിങ് കോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. രണ്ട്, ദ ഫോളോയിങ് ആർ നോട്ട് ക്വാളിഫയിങ് അസറ്റ്. ഇനി ചില കേസുകളിൽ എന്താണ് ക്വാളിഫയിങ് അസറ്റ് അല്ലാത്തതുണ്ട്. ഫിനാൻഷ്യൽ അസറ്റ്സ്, then inventories that are manufactured or otherwise produced over a short period of time. സാധാരണ ഫിനാൻഷ്യൽ അസറ്റും പെടും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ, ഇൻവെൻറ്ററീസ് കേട്ടോ. അസറ്റ്സ് ദാറ്റ് ആർ റെഡി ഫോർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ വെൻ അക്വേർഡ്. അതായത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ സെയിൽ നടത്താൻ പറ്റുന്ന അസറ്റ്സ്. ഇതൊക്കെയാണ് ക്വാളിഫയിങ് അസറ്റ് അല്ലാത്തത്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാം, സ്കോപ്പ് ഒന്നുകൂടി പറയാം. സ്കോപ്പ് എന്ന് പറയുന്നത് ബോറോയിങ് കോസ്റ്റ് ഡീല് ചെയ്യുന്ന അല്ലെങ്കിൽ ബോറോയിങ് കോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്ഥാപനവും ഇതിൻ്റെ സ്കോപ്പിൽ വരുന്നതാണ്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇംപുട്ടഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് പ്രിഫേർഡ് ക്യാപിറ്റൽ. ഇംപുട്ടഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രിഫേർഡ് ക്യാപിറ്റലും ഇതിൽ വരില്ല. ഇനി അടുത്തത്, എൻ എൻറ്റിറ്റി ഈസ് നോട്ട് റിക്വയർഡ് ടു അപ്ലൈ ദി സ്റ്റാൻഡേർഡ് ടു ബോറോയിങ് കോസ്റ്റ് ഡയറക്ട്ലി attributable to the acquisition, construction or production of a qualifying asset at fair value, measured at fair value. ഒരു ക്വാളിഫയിങ് അസറ്റ്
ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്യുന്ന ഒരു ക്വാളിഫയിങ് അസറ്റിൻ്റെ കേസിൽ ഏത് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഈ 23 എന്നുള്ള സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, എന്താണ് ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പഠിച്ചത്. അപ്പോൾ ക്വാളിഫയിങ് എമൗണ്ട് എന്താണെന്ന് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, അതിൻ്റെ പ്രൊഡക്ഷനിൽ കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ആ പ്രോസസ്സിങ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ സമയമെടുത്തതിന് ശേഷമാണത് സെയിൽ നടത്താനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ അത് യോഗ്യമാവുകയുള്ളൂ. മനസ്സിലായോ? ഇനി എന്താണ് നോട്ട് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ അസറ്റ്സ്. കൃത്യമാണല്ലോ, അതിൽ പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോൾ അതിലൊക്കെ എന്ത് വരുന്നു, ഈ പോയിൻറ്റ്സൊക്കെ അതിൽ വരുന്നു ഫിനാൻഷ്യൽ അസറ്റ്സ്. 2, ഇൻവെൻറ്ററീസ് ദാറ്റ് ആർ മാനുഫാക്ചേർഡ് ഓർ അതർവൈസ് പ്രൊഡ്യൂസ്ഡ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇൻവെൻറ്ററീസ് വളരെ കുറച്ച് സമയമെടുത്ത് ഉണ്ടാക്കുന്ന ഇൻവെൻറ്ററീസ്. അതുപോലെ തന്നെ എന്താണ്, അക്വയർ ചെയ്യുമ്പോൾ തന്നെ വിൽക്കാനോ ഉപയോഗിക്കാനോ പറ്റുന്ന അസറ്റുകൾ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നോട്ട് ക്വാളിഫയിങ് അസറ്റാണ്, അല്ലെങ്കിൽ നോൺ ക്വാളിഫയിങ് അസറ്റാണ്. ഇനി റെക്കഗ്നിഷനാണ്. പ്രിൻസിപ്പിൾ 2 റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളാണുള്ളത്. ഒന്ന്, പ്രിൻസിപ്പിൾ 1, ആൻ എൻറ്റിറ്റി ഷാൾ capitalize borrowing costs that are directly attributable to the acquisition, construction or production of a qualifying asset as a part of the cost of that asset. അതായത് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആൻ എൻറ്റിറ്റി ഷാൾ ക്യാപിറ്റലൈസ് ബോറോയിങ് കോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്വാളിഫയിങ് അസറ്റിൻ്റെ ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക. അത് ക്യാപിറ്റലൈസ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുക. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ്, പ്രിൻസിപ്പിൾ 2 എന്ന് പറയുന്നത്, ആൻ ആൻറ്റിറ്റി ഷാൾ റെക്കഗ്നൈസ് അതർ ബോറോയിങ് കോസ്റ്റ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് അക്വേർഡ്. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്, പേജ് നമ്പർ 65 ഇല്ലസ്ട്രേഷൻ 36 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അക്ബർ ലിമിറ്റഡ് ഹാസ് എ ക്വാളിഫയിങ് അസറ്റ് വിച്ച് ഈസ് എ കെമിക്കൽ പ്ലാന്റ്. ഒരു കെമിക്കൽ പ്ലാന്റാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. 80% of the borrowings of the firm are attributable to the asset. 80% അത് attributable to the asset ആണ്, ബോറോയിങ്സിൻ്റെ. The balance is not used for the qualifying asset. ബാക്കിയുള്ള 20% ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതല്ല. The total interest charge, ഇനി പറയുന്നത് all borrowings are at the same interest rate. ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജ് ഡ്യൂറിങ് ദി ഇയർ വാസ് 2 lakh. ഹൗ വിൽ യു ട്രീറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ചാർജ് വന്നിട്ടുള്ളത് 2 ലക്ഷമാണ്. ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ, ഒരു ക്വാളിഫയിങ് അസറ്റിന് വരുന്ന ബോറോയിങ് കോസ്റ്റിനെ അതിനെങ്ങനെയാണ് 2 രീതിയിലുള്ള പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, directly attributable to the acquisition or construction or production of a qualifying asset എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലൈസ് ചെയ്യാണ്. ഞാനൊന്നുകൂടി പറയാം. പ്രിൻസിപ്പിൾ 1 എന്താണ്, ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ ടു ദ പ്രൊഡക്ഷൻ ഓർ എന്താണ് കൺവേർഷൻ ഓർ എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസറ്റ് ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. അത് ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ശതമാനമാണ്, 80% ആണ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റിൻ്റെ 80% ക്യാപിറ്റലൈസ് ചെയ്യുകയും മറ്റ് ഭാഗം, അതായത് 20% എന്തായിട്ട് കാണിക്കണം, അതൊരു എക്സ്പെൻസ് ആയിട്ടും കാണിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ ആ സൊല്യൂഷൻ നോക്കുക കുട്ടികൾ. ആഡ് 80% ഓഫ് ദ ബോറോയിങ് കോസ്റ്റ്, ദാറ്റ് ഈസ് 1,60,000 ടു ദ അസറ്റ്. ദെൻ ട്രീറ്റ് 20% ഓഫ് ദ ബോറോയിങ് കോസ്റ്റ്, ദാറ്റ് ഈസ് 40,000 ആസ് എൻ എക്സ്പെൻസ്. അതവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഡിസ്ക്ലോഷറാണ്. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ആൻ എൻറ്റിറ്റി ഷാൾ ഡിസ്ക്ലോസ് ദ എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. എത്ര ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉണ്ട് അത് എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്യണം. 2, ദ ക്യാപിറ്റലൈസേഷൻ റേറ്റ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് എലിജിബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണ്, മനസ്സിലായല്ലോ? അതായത് സാധാരണ നമ്മളെന്താണ് ഇത് ഉപയോഗിച്ചപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 80% ക്യാപിറ്റലൈസ് ചെയ്തു, അങ്ങനെ പറഞ്ഞാൽ ആ റേറ്റ് എത്രയാണ്, ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള റേറ്റ് എത്രയാണ്. ഇത്രയാണ് നമുക്ക് ഏത് കേസിൽ പഠിക്കാനുള്ളത്, ബോറോയിങ് കോസ്റ്റ് എന്നുള്ള ഹെഡിൽ പഠിക്കാനുള്ളത്. എന്തായാലും കുട്ടികൾ ഇതിൽ നിന്ന് ബോറോയിങ് കോസ്റ്റ് എന്താണെന്ന് പഠിക്കണം. ബോറോയിങ് കോസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ബോറോയിങ് കോസ്റ്റ് ഉൾപ്പെടുത്താത്ത ടോപ്പിക് എന്തൊക്കെയാണ്, അതാദ്യം പഠിക്കുക.
2 ക്വാളിഫയിങ് അസറ്റിൽ വരുന്ന ബോറോയിങ് കോസ്റ്റ് എങ്ങനെ ഡീൽ ചെയ്യാം. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, എന്താണ്, കുറച്ച് സമയമെടുത്ത് പ്രിപ്പയർ ചെയ്ത് ഉപയോഗയോഗ്യമാക്കുന്ന പ്രോഡക്റ്റുകളെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വാങ്ങുന്ന ഇൻവെൻട്രീസ് ക്വാളിഫയിങ് അസറ്റിൽ പെടില്ല, പക്ഷേ ഇൻവെൻട്രീസ് വരും, സമയമെടുത്ത് ഉണ്ടാക്കുന്ന ഇൻവെൻട്രീസ് അതിൽ വരും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബോറോയിങ് കോസ്റ്റ് 80% അതിൻ്റെ 80% എന്നല്ല, എത്ര ശതമാനമാണ് അതിലേക്ക് വരുന്നത് അത് ക്യാപിറ്റലൈസ് ചെയ്യുക, ഡയറക്റ്റായിട്ട് വരുന്ന ചാർജ് ക്യാപിറ്റലൈസ് ചെയ്യുക, അല്ലാതെ വരുന്ന എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യുക, അത് സാധാരണ എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്യുക. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് പ്രൊവിഷൻസ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിൻജൻറ്റ് അസറ്റ്. 3 കാര്യമാണ് പറഞ്ഞത്, ഞാൻ ഒന്നുകൂടി പറയാം. പ്രൊവിഷൻസ് ഉണ്ട്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഉണ്ട്, കണ്ടിൻജൻറ്റ് അസറ്റ് ഉണ്ട്. അതിൻ്റെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 37 ആണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 ആണ് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം എന്താണെന്ന്. The objective of this standard is to provide recognition criterias and measurement basis for provisions, contingent liabilities and contingent assets. ഇവിടെ പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 പറയുന്നത് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ, അതായത് ഒരു ഐറ്റം പ്രൊവിഷനാണോ, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണോ, കണ്ടിൻജൻറ്റ് അസറ്റ് ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയ തരുന്നു. ദെൻ അത് മാത്രമല്ല, മെഷർമെൻറ്റ് ബേസസ് ഫോർ പ്രൊവിഷൻസ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിൻജൻറ്റ് അസറ്റ്. അത് മെഷർ ചെയ്യാനുള്ള എങ്ങനെ മെഷർ ചെയ്യും, ഇതൊക്കെ ഈ പ്രൊവിഷൻ എത്രയുണ്ട്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എത്രയുണ്ട്, കണ്ടിൻജൻറ്റ് അസറ്റ് എത്രയുണ്ട്, ഇങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസുകൾ കൂടി ആര് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. കഴിഞ്ഞിട്ടില്ല. ആൻഡ് ടു സ്പെസിഫൈ ദ ഇൻഫർമേഷൻ ടു ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ നോട്ട്സ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ നോട്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഒന്നും കുട്ടികൾ ഒരിക്കലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് കണ്ടില്ലെങ്കിലും പുറത്ത് നോട്ട്സായിട്ട് കാണാം. അപ്പോൾ നോട്ട്സിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ നമ്പർ ഇട്ട് പറയുന്നു. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രൊവൈഡ് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ and the basis of measurement and the disclosure treatment and disclosure to be maintained or informed. ഇത്തരം കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 is to provide recognition criteria about provisions, contingent liabilities and contingent assets. Then measurement basis for provisions, contingent liabilities and contingent assets and disclosure proceedings of provisions, contingent liabilities and contingent assets. ഇത്രയും പറഞ്ഞാൽ മതിയാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്കോപ്പാണ്. എന്താണ് 37ൻ്റെ സ്കോപ്പ് എന്നാണ്. ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ബൈ ദ അണ്ടർടേക്കിങ്സ് ഇൻ അക്കൗണ്ടിങ് ഫോർ പ്രൊവിഷൻസ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിൻജൻറ്റ് അസറ്റ് എക്സെപ്റ്റ്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് എന്ത് ചെയ്യാം, ഇത് പ്രൊസീഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എക്സെപ്റ്റ് എന്തൊഴികെ ദോസ് റിസൾട്ടിങ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ആർ ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂ. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഫെയർ വാല്യൂവിൽ ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം പറഞ്ഞാലും മതി, ഫെയർ വാല്യൂയിൽ ക്യാരി ചെയ്യുന്ന ബിസിനസ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ 2 ദോസ് അറൈസിങ് ഇൻ ഇൻഷുറൻസ് അണ്ടർടേക്കിംഗ് ഫ്രം കോൺട്രാക്ട്സ് വിത്ത് പോളിസി ഹോൾഡേഴ്സ്. അതായത് പോളിസി ഹോൾഡേഴ്സായിട്ട് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇത്തരം ഐറ്റംസ്, അതും നമുക്ക് ഈ ഹെഡിന് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. 3 ദോസ് കവേർഡ് ബൈ അനദർ സ്റ്റാൻഡേർഡ്. വേറെ ഏതെങ്കിലും സ്റ്റാൻഡേർഡിൽ കവർ ചെയ്യുന്നൊരു ടോപ്പിക് ആണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത് നമ്മളെല്ലാ കേസിലും പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെ പ്രൊവിഷൻസും കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസും കണ്ടിൻജൻറ്റ് അസറ്റ്സൊക്കെ ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 വരുന്നതാണ്. എന്താണ് ഈ 3 കാര്യങ്ങൾ? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് 1, 2 ഇൻഷുറൻസ് കോൺട്രാക്റ്റ് വിത്ത് പോളിസി ഹോൾഡേഴ്സ്, 3 അനദർ സ്റ്റാൻഡേർഡ് കവർ ചെയ്യുന്ന പോയിൻറ്റ്സ്. ഇത് 3ഉം ഒഴിച്ച് ബാക്കിയെല്ലാം കവർ ചെയ്യുന്നൊരു സ്കോപ്പാണ്, വൈഡ് സ്കോപ്പാണ് ആർക്കുള്ളത്, ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 അടുത്ത ഡെഫിനിഷൻസാണ്. പ്രൊവിഷനാണ് ആദ്യം. പ്രൊവിഷൻ ഒറ്റ ലൈനിൽ ഡെഫിനിഷൻ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഐറ്റമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വീണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പ്രൊവിഷൻ വരുന്നുണ്ട്. എങ്കിലും ഞാൻ പറയാം.
ഡെഫിനിഷനിൽ ഒന്നാമത്തെ ഐറ്റം പ്രൊവിഷനാണ്. പ്രൊവിഷൻ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഇവിടെ പറയുകയാണ്. എ പ്രൊവിഷൻ ഈസ് എ ലയബിലിറ്റി ഓഫ് അൺസർട്ടൻ ടൈമിംഗ് ഓർ എമൗണ്ട്. പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയാണ്. എന്ത് ലയബിലിറ്റിയാണ്? ഓഫ് അൺസർട്ടൻ ടൈമിംഗ് ഓർ എമൗണ്ട്. എത്ര രൂപ വരുമെന്നോ അല്ലെങ്കിൽ എന്നാണ് വരികയെന്നോ അറിയാത്ത ഒരു എമൗണ്ട് ഓഫ് ലയബിലിറ്റീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രൊവിഷൻ എന്ന് പറയുന്നത്. ചില കേസുകളിൽ കൃത്യമായിട്ട് നമുക്ക് എമൗണ്ട് അറിയാൻ പറ്റും, പക്ഷേ ഡേറ്റ് അറിയാൻ പറ്റില്ല. ചില കേസുകളിൽ നമുക്ക് ഡേറ്റ് അറിയാൻ സാധിക്കും, പക്ഷേ എമൗണ്ട് അറിയാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ലയബിലിറ്റി ഓഫ് അൺസർട്ടൻ ടൈമിങ്സ് ഓർ എമൗണ്ട് കേട്ടോ. രണ്ടാമത്തെ ഡെഫിനിഷൻ ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ നേരത്തെ പഠിച്ചതാണ് ആദ്യം IFRS എടുക്കുന്ന സമയത്ത്, എങ്കിലും ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്. പാസ്റ്റ് ഇവൻറ്റിൽ നിന്ന് അറൈസ് ചെയ്യുന്നൊരു ഒബ്ലിഗേഷനാണ്. ദെൻ ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഓഫ് എൻ എൻറ്റിറ്റി ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് ഇൻ എ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ്. അതായത് പാസ്റ്റ് ഇവൻ്റായിട്ട് ബന്ധപ്പെട്ട പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ് ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി എ ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ ദ ഫ്യൂച്ചർ. മനസ്സിലായല്ലോ? പാസ്റ്റ് ഇവൻ്റായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ്, മാത്രമല്ല എന്ത് ചെയ്യുന്നു, ഒരു ഫ്യൂച്ചർ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. 3 ഒബ്ലിഗേറ്റിംഗ് ഇവൻറ്റ്. ഒബ്ലിഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ലയബിലിറ്റി വരുന്ന, ബാധ്യത വരുത്തുന്ന, അല്ലേ? ഇറ്റ് ഈസ് എൻ ഇവൻറ്റ് ദാറ്റ് ക്രിയേറ്റ്സ് എ ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. അതൊരു ലീഗലോ കൺസ്ട്രക്റ്റീവോ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ, ബാധ്യത വരുത്തുന്ന ഒരു ഇവൻറ്റിനെയാണ് ഒബ്ലിഗേറ്റീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇവൻറ്റ് ഓഫ് ക്രിയേറ്റിംഗ് എ ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ കേട്ടോ. അതിനെയാണ് ഒബ്ലിഗേറ്റിംഗ് ഇവൻ്റ് എന്ന് പറയുന്നത്. 4th പോയിൻറ്റ്, ലീഗൽ ഒബ്ലിഗേഷൻ. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ദാറ്റ് ഡിറൈവ്സ് ഫ്രം എ കോൺട്രാക്റ്റ് ഓർ ലെജിസ്ലേഷൻ. ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷൻ്റെ, ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗമായോ ഉണ്ടാകുന്ന ഒബ്ലിഗേഷനെയാണ് ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. 5ാമത്തെ പോയിൻ്റ്, കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ വേർ ബൈ 2 പോയിൻ്റ് ഉണ്ട് അതിൽ. ബൈ പ്രാക്ടീസ്, പോളിസീസ് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ദ അണ്ടർടേക്കിംഗ് ഹാസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഇറ്റ് വിൽ ആക്സെപ്റ്റ് സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ്. കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബൈ പ്രാക്ടീസ്, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചറിയാം ഇങ്ങനൊരു ഒബ്ലിഗേഷൻ വരും. മനസ്സിലായോ? അതല്ലെങ്കിൽ പോളിസീസ് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് പോളിസിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പോളിസിയുടെ ഭാഗമോ, അല്ലെങ്കിൽ ബൈ പ്രാക്ടീസ്, ബൈ എക്സ്പീരിയൻസ്, നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്കറിയാം ഇങ്ങനൊരു ഒബ്ലിഗേഷൻ വരുന്നുണ്ട്. അത്തരം ഒബ്ലിഗേഷനാണ് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ. ഒരു പോയിൻ്റ് കൂടിയുണ്ട്. ദ അണ്ടർടേക്കിംഗ് ഹാസ് ക്രിയേറ്റഡ് ആൻ എക്സ്പെക്റ്റേഷൻ ദാറ്റ് വിൽ ഡിസ്ചാർജ് ദോസ് റെസ്പോൺസിബിലിറ്റീസ്. 2ാമത്തെ പോയിൻ്റ് പറയുന്നത്, അത്തരം റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പേ ഓഫ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കറിയാം, എക്സ്പെക്റ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക. ഈ 2 കേസാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ വേർ ബൈ പ്രാക്ടീസ്, പോളിസീസ് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ? 2 ബി പോയിൻ്റ്, ഇറ്റ് ഈസ് ഒബ്ലിഗേഷൻ ക്രിയേറ്റഡ് ആൻ എക്സ്പെക്റ്റേഷൻ. മനസ്സിലായല്ലോ? ദാറ്റ് വിൽ ഡിസ്ചാർജ് ദോസ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും എന്നുള്ള എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബി പോയിൻ്റായിട്ട് പറയുന്നത്. ഇനി 6ാമത്തെ പോയിൻ്റ്, വൺഡ്രസ് കോൺട്രാക്റ്റ്. വൺഡ്രസ് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എ വൺഡ്രസ് കോൺട്രാക്റ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഓഫ് ദ ഒബ്ലിഗേഷൻസ് എക്സീഡ്സ് ദ ബെനിഫിറ്റ്സ് ടു ബി റിസീവ്ഡ്. വൺഡ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ കോസ്റ്റ് ഓഫ് ദ ഒബ്ലിഗേഷൻസ് എക്സീഡ് ദ ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടിയുടെ കോസ്റ്റിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായല്ലോ? നമ്മൾ പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടി കോസ്റ്റിനേക്കാൾ കുറവായിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുക, നമുക്ക് ഇൻകമായിട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റായിട്ട് കിട്ടുന്ന എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. PQR ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മനസ്സിലായല്ലോ? നമ്മുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് ഗവൺമെൻറ് കൺട്രോൾഡ് കമ്പനി ഫോർമേഷനാണ്. KSEB ബോർഡാണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്.
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് പകരം നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ് PQR ലിമിറ്റഡ്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി സപ്ലൈ ആണ്. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ് പറഞ്ഞു എന്താണ്, ഗവൺമെൻറ് പറഞ്ഞു ഇത്ര 10% കട്ട് ചെയ്തിട്ട് വേണം, 10% റേറ്റ് കട്ടിൽ വേണം, അല്ലെങ്കിൽ റേറ്റ് കട്ട് ചെയ്തിട്ട് വേണം ഇത് പബ്ലിക്കിന് സപ്ലൈ ചെയ്യാൻ. ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പനിക്ക് അഡീഷണൽ ആയിട്ടൊരു 80 lakhs rupees കോസ്റ്റ് വരും. അതിന് ബെനിഫിറ്റൊന്നുമില്ല. 80 lakh rupees അഡീഷണൽ ആയിട്ട് കമ്പനിക്ക് എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പോൾ ഇത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വൺട്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ എന്താണ് വൺട്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കോസ്റ്റ് എന്തിനേക്കാൾ കൂടുതലായിരിക്കും, ഇൻകത്തിനേക്കാൾ കൂടുതലായിരിക്കും. അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വൺട്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് റീസ്ട്രക്ചറിങ് ആണ്. റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രക്ചർ മാറ്റുക, അല്ലെ, ഓപ്പറേഷൻ മാറ്റുക. Restructuring is a program that is planned and controlled by management and significantly changes either the scope of a business, the manner in which that business is conducted. അപ്പോൾ റീസ്ട്രക്ചറിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ചേഞ്ചാണ്, സ്ട്രക്ചറിലുള്ള ചേഞ്ചാണ്. പക്ഷേ അതിന് ചില ചേഞ്ച് എന്താണ്, പ്രത്യേകമായിട്ടുള്ള ചേഞ്ച് വരുന്ന എന്താണ്, ബിസിനസ്സിൻ്റെ സ്കോപ്പിൽ മാറ്റം വരും. അതുപോലെ തന്നെ എങ്ങനെയാണ് ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന് അതിൽ മാറ്റം വരാം. ഈ 2 രീതിയിലാണ് റീസ്ട്രക്ചറിങ് വരുന്നത് കേട്ടോ. ഇനി പ്രൊവിഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊവിഷൻ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട്, ഇതിലൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം കേട്ടോ. എ പ്രൊവിഷൻ ഈസ് എ ലയബിലിറ്റി ഓഫ് അൺസർട്ടൺ ടൈമിംഗ് എമൗണ്ട്. മനസ്സിലായല്ലോ. ആ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് അൺസർട്ടൺ ടൈമിംഗ് എമൗണ്ടിനെയാണ് എന്തായിട്ട് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. എ പ്രൊവിഷൻ ഷുഡ് ബി റെക്കോർഡഡ് വെൻ എൻ എൻറ്റിറ്റി ഹാസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വിച്ച് ഈസ് ദ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവൻറ്റ്. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വരിക, മനസ്സിലായല്ലോ. അത് ലീഗലാവാം, കൺസ്ട്രക്റ്റീവ് ആവാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു എമൗണ്ട് കൊടുക്കാനുണ്ട്, എന്താണ്, പാസ്റ്റിലൊരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതിന് നമുക്ക് പ്രൊവിഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് എ പേയ്മെൻറ്റ് വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. ഒരു ബാധ്യത കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ളൊരു പേയ്മെൻ്റ് ആവാം. ആ ബാധ്യത കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള പേയ്മെൻ്റ് ആവാം. സി പോയിൻ്റ്, ദ റിലയബിൾ എസ്റ്റിമേറ്റ് ക്യാൻ ബി മെയ്ഡ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഒബ്ലിഗേഷൻ. അത് വേണം, എന്ത് വേണം നമുക്ക്, അതൊരു റിലയബിൾ എസ്റ്റിമേറ്റ് ആയിരിക്കണം. അതായത് റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആയിരിക്കണം കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ്. ഇഫ് ദീസ് കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ്, നോ പ്രൊവിഷൻ ഷാൾ ബി റെക്കഗ്നൈസ്ഡ്. അപ്പോൾ ഇവിടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ദിസ് ഈസ് ദ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഓഫ് പ്രൊവിഷൻസ്. മനസ്സിലായല്ലോ. പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയയാണ് പറയുന്നത്. ഈ എന്താണ്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 അനുസരിച്ച് പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയയാണ് പറഞ്ഞത്. ഒന്ന്, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. അതെന്തിൻ്റെ ഭാഗമാണ്, പാസ്റ്റ് ഇവൻറ്റിൻ്റെ ഭാഗമാണ്. അത് ആ കോൺട്രാക്റ്റ്, ഈ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ലീഗലോ കൺസ്ട്രക്റ്റീവ് ആവാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ദർ ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വിച്ച് ഈസ് ദ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവൻറ്റ്. അത് ഒന്നാമത്തെ ക്രൈറ്റീരിയൻ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് എ പേയ്മെൻറ്റ് വിൽ ബി റിക്വയർഡ്. അല്ലേ, അവിടെ ഒരു പേയ്മെൻറ്റ് അത്യാവശ്യമായിട്ട് വരും. എന്തിനു വേണ്ടി, ടു സെറ്റിൽ എ ഒബ്ലിഗേഷൻ. 3, എ റിലയബിൾ എസ്റ്റിമേഷൻ ക്യാൻ ബി മെയ്ഡ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ്റെ റിലയബിളായിട്ടുള്ള, വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു എന്ത് വേണം, ഒരു എന്താണ്, എസ്റ്റിമേഷൻ നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് പ്രൊവിഷനെ സംബന്ധിച്ചുള്ള എന്താണ് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി മെഷർമെൻറ്റ് ഓഫ് പ്രൊവിഷനാണ്. എങ്ങനെയത് മെഷർ ചെയ്യുക, എങ്ങനെയത് വാല്യൂ ചെയ്യുക, എത്ര രൂപ പ്രൊവിഷൻ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ പ്രൊവിഷൻ വെക്കണം എന്നെങ്ങനെ മെഷർ ചെയ്യാം. മനസ്സിലായല്ലോ. ദ എമൗണ്ട് റെക്കോർഡഡ് എസ് എ പ്രൊവിഷൻ ഷുഡ് ബി ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. അതായത് നമുക്കൊരു ബാധ്യത കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ള ബാധ്യതയുടെ ബെസ്റ്റ് എസ്റ്റിമേഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഉണ്ടാക്കാൻ. ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. ഒരു ഒബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യാൻ, ഒരു ഒബ്ലിഗേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബെസ്റ്റ് എസ്റ്റിമേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഉണ്ടാക്കാൻ. ദെൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് ദ എമൗണ്ട് ദാറ്റ് ഈസ് ടു ബി പെയ്ഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ or to transfer it to third party at the balance sheet date. These estimates are determined by the judgment of management supplemented by experience or similar transactions and in some cases reports from experts. സാധാരണഗതിയിൽ ഇത്തരം ഒബ്ലിഗേഷൻസൊക്കെ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടീമിനൊക്കെ എന്താണ് ബൈ പ്രാക്ടീസ് അവർക്ക് മനസ്സിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ബെസ്റ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അത് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കണം, ബെസ്റ്റ് സെറ്റിൽമെൻറ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കണം. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തു പോരുന്ന നമ്മുടെ നയമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. ഇനി അതല്ല നമുക്ക് അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്സിൻ്റെയോ എഫേർട്സിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പേർട്സ് റിപ്പോർട്ടിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ വേണം. എക്സ്പേർട്സ് ഉണ്ടല്ലോ, ഇതൊക്കെ വാല്യൂ ചെയ്യാനുള്ള എക്സ്പേർട്സ് ഉണ്ട് അല്ലേ, വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ റിപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ പ്രൊവിഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയാണ് രണ്ടാമത്തെ പോയിൻറ്റ്. അപ്പോൾ ആദ്യം എന്താണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്നാണ്. എ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ദാറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ് ബട്ട് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ അല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ്, പാസ്റ്റ് ഇവൻറ്റ്സിൽ നിന്ന് അറൈസ് ചെയ്യുന്നു, പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നോട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പ്രോബബിൾ ദാറ്റ് ആൻ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് എംബോഡിയിങ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. അതായത് അതിൻ്റെ എത്ര റിസോഴ്സസ് പുറത്തേക്കോ അല്ലെങ്കിൽ എന്താണ് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് എന്ത് ചെയ്തിട്ടില്ല, അത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എമൗണ്ട് ഓഫ് ദ ഒബ്ലിഗേഷൻ കനോട്ട് ബി മെഷേർഡ്. അതിൻ്റെ ഒബ്ലിഗേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മെഷർ ചെയ്തിട്ടില്ല. എ പോസിബിൾ ഒബ്ലിഗേഷൻ ദാറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ് ആൻഡ് ഹൂസ് എക്സിസ്റ്റൻസ് വിൽ ബി കൺഫേംഡ് ഓൺലി ബൈ ദ ഒക്കറൻസ് ഓഫ് എ or non-occurrence of one or more uncertain future events not wholly within the control of the entity. ഇത് ചിലപ്പോൾ എന്തായിരിക്കാം, നമ്മുടെ ഒബ്ലിഗേഷൻ എന്തായിരിക്കാം, ഒരു ഇവൻ്റ് അല്ലെങ്കിൽ എന്താണ് ഒന്നിലധികം ഇവൻറ്റുകൾ ഫ്യൂച്ചറിൽ സംഭവിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് വരിക, ഈ ലയബിലിറ്റി വരിക. ചിലപ്പോൾ വരാതിരിക്കുക. മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ആ ഇവൻറ്റുകളൊന്നും തന്നെ കമ്പനിയുടെ നമ്മുടെ കൺട്രോളിൽ ഉള്ള കാര്യങ്ങളല്ലാതിരിക്കുക. അപ്പോൾ നമുക്കൊരിക്കലും അത് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം എന്താണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. എ കണ്ടിൻജൻറ്റ് ഒബ്ലിഗേഷൻ, contingent liability is a present obligation that arises from past events but is not recognized. മനസ്സിലായല്ലോ. എ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ, ഇപ്പോൾ ഒബ്ലിഗേഷൻ ഉണ്ട്, ദാറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്. അത് പാസ്റ്റ് ഇവൻറ്റുമായിട്ട് നിന്ന് അല്ലെങ്കിൽ പാസ്റ്റ് ഇവൻറ്റ്സിൽ നിന്ന് ബന്ധപ്പെട്ടുണ്ടായതാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പ്രോബബിൾ ദാറ്റ് എൻ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ്, അല്ലേ, ഒരു ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് നമ്മളെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ബെനിഫിറ്റ് കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. 2, അത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ലയബിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കാത്ത കാരണം കൊണ്ടാണ് റെക്കഗ്നൈസ് ചെയ്യാത്തത്. 3, ഒരു ഫ്യൂച്ചർ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒന്നിലധികമോ ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നിൽക്കുന്നത്. ആ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഒന്നും തന്നെ കമ്പനിയുടെ അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ കൺട്രോളിലുള്ള ഫ്യൂച്ചർ ഇവൻറ്റ്സ് അല്ല. അത് വന്നാൽ നമുക്ക് എന്തുണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. വന്നില്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആയിരിക്കാം. അടുത്തത് കണ്ടിൻജൻറ്റ് അസറ്റാണ്. എ കണ്ടിൻജൻറ്റ് അസറ്റ് ഈസ് എ പോസിബിൾ അസറ്റ് ദാറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്. കണ്ടിൻജൻറ്റ് അസറ്റ് എന്ന് പറയുന്ന ഒരു പോസിബിൾ അസറ്റാണ്. അത് പാസ്റ്റ് ഇവൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറ്റാണ്. ഹൂസ് എക്സിസ്റ്റൻസ് വിൽ ബി കൺഫേംഡ് ഓൺലി ബൈ ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ് ഓർ ഓഫ് വൺ ഓർ മോർ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ് നോട്ട് ഹോളി വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ എൻറ്റിറ്റി. അതായത് അത് എന്തിൻ്റെ ബേസിലാണ്, ഒരു ഫ്യൂച്ചറിലുണ്ടാവുന്ന ഒന്നിലധികമോ ഇവൻറ്റിൻ്റെ ബേസിലാണ് നമ്മുടെ എന്ത് നിൽക്കുന്നത്, കണ്ടിൻജൻറ്റ് അസറ്റിൻ്റെ എക്സിസ്റ്റൻസ് നിൽക്കുന്നത്. ആ ഫ്യൂച്ചർ ഇവൻ്റ് ഒന്നും തന്നെ കമ്പനിയുടെ എൻറ്റിറ്റിയുടെ കൺട്രോളിലല്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി കണ്ടിൻജൻറ്റ് അസറ്റിൻ്റെ കണ്ടീഷൻ പറയാം. എ കണ്ടിൻജൻറ്റ് അസറ്റ് ഈസ് എ പോസിബിൾ അസറ്റ്. എ കണ്ടിൻജൻറ്റ് അസറ്റ് ദാറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്
and the contingent asset will be confirmed only by the satisfaction or occurrence of the event in future. ഒരു ഫ്യൂച്ചറിലുള്ള ഇവൻ്റ് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇത് കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ അസറ്റ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി an example is a claim that an entity is pursuing through legal process where the outcome is uncertain. An example is a claim that an entity pursuing through legal process where the outcome is uncertain. അതായത് ലീഗൽ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കേസുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ an entity shall not recognize a contingent asset. Contingent assets are not recognized in financial statements since this may result in the recognition of income. ഇപ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റി മിക്കവാറും നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ താഴെയായിട്ട് നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിഞ്ചൻ്റ് ലയബിലിറ്റിയെ നമുക്ക് കാണിച്ചാൽ മാത്രമേ, ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്യാൻ, മീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേസമയം കണ്ടിഞ്ചൻ്റ് അസറ്റ് ഒരിക്കലും തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. കാരണം അങ്ങനെ റെക്കോർഡ് ചെയ്താൽ അത് ഒരു ഇൻകം ജനറേറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38. അക്കൗണ്ടിങ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റാൻഡേർഡ് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രിസ്ക്രൈബ് ദ accounting treatment for intangible assets. This standard requires an entity to recognize an intangible asset if and only if specified criteria are met. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 എന്താണ് ചെയ്യുന്നത്, ചില പ്രിസ്ക്രിപ്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രമല്ല, അത് ചില ക്രൈറ്റീരിയൻസ് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കീഴിൽ വരുന്നത്, അത് മാത്രമേ എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38ൻ്റെ സ്കോപ്പാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ് നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഷാൾ ബി അപ്ലൈഡ് ഇൻ അക്കൗണ്ടിങ് ഓർ ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ് എക്സെപ്റ്റ് എന്തൊഴികെയാണ് ഒരു 4 പോയിൻ്റ് അവർ വാല്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റും ഈ സ്കോപ്പിന് കീഴിൽ വരുന്നതാണ്. എക്സെപ്റ്റ് ചില ഐറ്റംസ് പറയുന്നുണ്ട്. ഒന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ് ദാറ്റ് ആർ വിതിൻ ദ സ്കോപ്പ് ഓഫ് അനദർ സ്റ്റാൻഡേർഡ്. നമ്മളെപ്പോഴും പറയുന്നതാണ് മറ്റ് സ്റ്റാൻഡേർഡുകളിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ. ഇവിടെ അത് കൂടുതലാണ്, ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കേസിൽ കൂടുതലാണ്. മറ്റൊരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പല ഇൻടാഞ്ചിബിൾ അസറ്റ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകതയുള്ള പോയിൻ്റ് തന്നെയാണ്. 2 ഫിനാൻഷ്യൽ അസറ്റ്സ് ആസ് ഡിഫൈൻഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 32. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രസൻറ്റേഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ സ്റ്റാൻഡേർഡിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല. താഴെ ദ റെക്കഗ്നേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഇവാലുവേഷൻ അസറ്റ്സ്, അതായത് മിനറൽ റിസോഴ്സസ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 106 106 മിനറൽ റിസോഴ്സസ് വരുന്നില്ല. അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽ ഓയിൽസ്, നാച്ചുറൽ ഗ്യാസ്, റീജനറേറ്റീവ് റിസോഴ്സസ്. അത്തരം നോൺ റീജനറേറ്റീവ് റിസോഴ്സസ് ഉപയോഗിക്കുന്ന പോയിൻറ്റ്സിലൊന്നും വരുന്നില്ല, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 വരുന്നില്ല. ഇനി എന്തൊക്കെയാണ് നോക്കാം. ഇഫ് അനദർ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്സ് ദ അമൗണ്ടിങ് ഫോർ എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് an entity applies the standard instead of this standard. പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിൽ വിടുന്ന സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് ആ സ്റ്റാൻഡേർഡ് തന്നെ അപ്ലൈ ചെയ്യാം. അവിടെ ഒരിക്കലും തന്നെ വേണ്ട, ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 വേണ്ട കേട്ടോ. ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഏതൊക്കെ സ്റ്റാൻഡേർഡിലാണ് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്, 38 അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇൻടാഞ്ചിബിൾ ഹെൽഡ് ഫോർ സെയിൽ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11. 2 ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12. ലീസസ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17.
ദെൻ 4 അറൈസിങ് ഫ്രം എംപ്ലോയി ബെനിഫിറ്റ്സ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19, ഫിനാൻഷ്യൽ അസറ്റ്സ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 32, ഗുഡ്വിൽ റിക്വയർഡ് ഇൻ ബിസിനസ് കോമ്പിനേഷൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 103, ഇൻഷുറൻസ് കോൺട്രാക്ട്സ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 104, 8th point, non-current assets held for sale Indian accounting standard 105. മനസ്സിലായല്ലോ. ഇതൊന്നും എന്തിൽ പെടില്ല, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 38 പെടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നുള്ളൂ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 38 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ടു പ്രിസ്ക്രൈബ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 38 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രൈബ് ചെയ്യുന്നു. എന്താണ്? ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇനി പറയുന്നത് എന്താ? ആ ഇൻടാഞ്ചിബിൾ അസറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 38ൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്താണ്? ഒരു നോർമൽ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ സ്കോപ്പ് മാത്രമാണ്. താഴെ പറയുന്ന ഐറ്റംസ് അതിൽ പെടില്ല. എന്തൊക്കെയാണ് വരാത്തതിൽ? അതിൽ അനദർ സ്റ്റാൻഡേർഡ് ഒന്നും തന്നെ അതിൽ വരില്ല. ഒന്ന് 32 പറയുന്നുണ്ട്, 106 പറയുന്നുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഓയിൽ പോലെയുള്ള ഐറ്റംസ് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിന് താഴെ സെപ്പറേറ്റ് ഒരു 8 പോയിൻ്റ് പറയുന്നുണ്ട് ഇതിൽ വരാത്തത്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിലാണ് ഏറ്റവും കൂടുതൽ എക്സംഷൻസ് വരുന്നത് കേട്ടോ. അതിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11 ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ ഡെഫേർഡ് ടാക്സ് അസറ്റിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 പറയുന്നുണ്ട്. മൂന്നാമത്തേൽ ലീസസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 പറയുന്നുണ്ട്. ദെൻ അസറ്റ്സ് അറൈസിങ് ഫ്രം എംപ്ലോയി ബെനിഫിറ്റ്സ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ അസറ്റ്സ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 32 പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഗുഡ്വിൽ അക്വയർഡ് ഇൻ ബിസിനസ് കോമ്പിനേഷൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 103 പറയുന്നുണ്ട്. ഇൻഷുറൻസ് കോൺട്രാക്ട്സ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 104 പറയുന്നുണ്ട്. നോൺ കറണ്ട് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 105 പറയുന്നുണ്ട്. ഇത്രയാണ് എക്സംഷൻസ് പറയുന്നുണ്ട്. ദിസ് സ്റ്റാൻഡേർഡ് അപ്ലൈസ് ടു എമംഗ് അതർ തിങ്സ്. ഇനി എന്താണ്? ഇത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്ന അതൊക്കെ എന്തൊക്കെയാണ്? ഒന്ന്, എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസിങ്, ട്രെയിനിങ്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ ചില കേസുകളിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് ഡെഫിനിഷൻ നോക്കാം നമുക്ക്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനിഷൻ? ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ +1 പഠിക്കുന്നതാണ്. ഏറെക്കുറെ അതിനോട് മാച്ച് ചെയ്യുന്ന ഡെഫിനിഷൻ തന്നെയാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയബിൾ നോൺ മോണിറ്ററി അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റാൻസ്. ഞാൻ ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് ആൻ അസറ്റ് ഐഡൻറ്റിഫയബിൾ നോൺ മോണിറ്ററി അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റാൻസ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നോൺ മോണിറ്ററി അസറ്റ്. എന്താണ് നോൺ മോണിറ്ററി? അത് പൈസയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? പൈസയിൽ മുഴുവനായിട്ട് മെഷർ ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ മെഷർ ചെയ്യാം. നോൺ മോണിറ്ററി ആണത്. നോൺ മോണിറ്ററി അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിന് ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ആ പേരിൽ തന്നെ അറിയാം, അതിൻ്റെ ആൻസർ ഉണ്ട്. ആൻ ആക്റ്റീവ് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് എക്സിസ്റ്റ്. മനസ്സിലായല്ലോ? എല്ലാ ഫോളോയിങ് കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നൊരു മാർക്കറ്റാണ് ആക്റ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നോക്കാം. ദ ഐറ്റംസ് ട്രേഡഡ് വിത്തിൻ ദ മാർക്കറ്റ് ആർ ഹോമോജിനസ് ആയിട്ടുള്ള ഐറ്റംസാണ് അവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. വില്ലിംഗ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ക്യാൻ നോർമലി ബി ഫൗണ്ട് അറ്റ് എനി ടൈം. അതായത് വാങ്ങുന്ന ആളുകളെയും അതുപോലെ തന്നെ വിൽക്കുന്ന ആളുകളെയും എപ്പോൾ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? എപ്പോഴും അത് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രൈസസ് ആർ അവൈലബിൾ ടു ദ പബ്ലിക്. പ്രൈസ് പബ്ലിക്കിന് അവൈലബിൾ ആണ്, എപ്പോഴും കാണുന്ന. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൈസ് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും, എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇനി എഗ്രിമെൻറ്റ് ഡേറ്റ് ആണ്. എന്താണ് എഗ്രിമെൻറ്റ് ഡേറ്റ്? ദി എഗ്രിമെൻറ്റ് ഡേറ്റ് ഫോർ എ ബിസിനസ് കോമ്പിനേഷൻ ഈസ് ദ ഡേറ്റ് ദാറ്റ് എ സബ്സ്റ്റാൻറ്റീവ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഈസ് റീച്ച്ഡ്. ഇവിടെ പറയുന്നത് ബിസിനസ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ ഇത്തരം ടോപ്പിക്ക് വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്കൊരു ബന്ധമില്ലാത്ത ടോപ്പിക്കാണ് ശരിക്കും. എന്താണ് ബിസിനസ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു കാര്യം പറയാം. ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഒന്നിലധികം ബിസിനസ്സുകൾ ഒന്നായിട്ട് ചേരുന്നതിനെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആ കമ്പനി ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് ഡേറ്റ് അല്ല,
അവരെന്നാണോ ആ പാർട്ടീസ് ഒന്നിച്ച് തീരുമാനമെടുത്തത്, എഗ്രിമെൻറ്റ് നടത്തിയത്, അന്നത്തെ ഡേറ്റിനെയാണ് എഗ്രിമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അവരെന്നാണ് അത് യോജിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നാണ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത്, ആ ഡേറ്റിനെയാണ് എഗ്രിമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ല. അടുത്ത എമോർട്ടൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ അമോർട്ടൈസേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ, എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നു, അമോർട്ടൈസേഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്തിന് പകരമായിട്ട്, ഡിപ്രീസിയേഷന് പകരമായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അമോർട്ടൈസേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ദ ഡിപ്രീസിബിൾ എമൗണ്ട് ഓഫ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷനെയാണ് എന്തായിട്ട് പറയുന്നത്, അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. എൻ അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ എൻ എൻ്റർപ്രൈസ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ് ഫ്രം വിച്ച് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബ്ലോ ടു ദ എൻ്റർപ്രൈസ്. ഇനി അസറ്റാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. എൻ അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ എൻ എൻറ്റിറ്റി. ഒരു അസറ്റ് എന്ന് പറഞ്ഞ റിസോഴ്സാണ്, അത് ആര് കൺട്രോൾ ചെയ്യുന്നു, ആ കമ്പനി തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു അസറ്റാണ്. ഇതെന്താണ്, റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റിൽ നിന്ന് നമുക്ക് മുൻപ് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതായിരിക്കാം, അതാണ് റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞത്. ഫ്രം വിച്ച് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബ്ലോ. ഫ്യൂച്ചർ ബെനിഫിറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അസറ്റ്, ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം, അസറ്റ് ഒരു എൻറ്റിറ്റിയുടെ റിസോഴ്സസ് ആണ്, ആ എൻറ്റിറ്റി കൺട്രോൾ ചെയ്യുന്നതാണ്, അത് പാസ്റ്റ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്, മാത്രമല്ല അത് ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റ് തരുന്നതുമാണ്. ഇതിനാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി മോണിറ്ററി അസറ്റ്സ് ആണ്. മോണിറ്ററി അസറ്റ്സ് ആർ മണി ഹെൽഡ് ആൻഡ് അസറ്റ് ടു ബി റിസീവ്ഡ് ഇൻ ഫിക്സഡ് ഓർ ഡിറ്റർമിനബിൾ എമൗണ്ട്സ് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ്. പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള അസറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മോണിറ്ററി അസറ്റ് എന്ന് പറയുന്നത്. അടുത്ത യൂസ്ഫുൾ ലൈഫാണ്. യൂസ്ഫുൾ ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ അസറ്റിൻ്റെ കാര്യത്തിൽ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് ഐദർ ദ പീരീഡ് ഓഫ് ടൈം ഓവർ വിച്ച് എൻ അസറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി യൂസ്ഡ് ബൈ ദ entity or the number of production units expected to obtain from the asset by the undertaking. അതായത് ഒന്നുകിൽ എന്ത് ചെയ്യാം, അസറ്റ് എത്ര നാളത്തേക്ക് അസറ്റിൻ്റെ സർവീസ് ഒരു സ്ഥാപനത്തിന് കിട്ടും, അല്ലെങ്കിൽ അസറ്റിൻ്റെ ഉപയോഗം ഒരു സ്ഥാപനത്തിനുണ്ടാകും എന്ന് വേണമെങ്കിൽ നോക്കാം യൂസ്ഫുൾ ലൈഫിന്. അതല്ലെങ്കിൽ ആ അസറ്റിൽ നിന്ന് എത്ര യൂണിറ്റുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം, അങ്ങനെയും എന്ത് നോക്കാം, യൂസ്ഫുൾ ലൈഫ് നോക്കാം. ഇനി കോമൺ എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ചില എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ബി പേറ്റൻസ്, സി കോപ്പിറൈറ്റ്സ്, ഡി ഫിലിംസ്. ഈ ക്ലയൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്ര ക്ലയൻറ്റുകളുണ്ട്, ക്ലയൻറ്റ് ലിസ്റ്റ്. മോർട്ടഗേജ് സർവീസിംഗ് റൈറ്റ്സ്, ജി പോയിൻ്റ് ലൈസൻസ്, എച്ച് പോയിൻ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന കോട്ട കേട്ടോ, ഇമ്പോർട്ട് കോട്ടാസ്. ഐ ഫ്രാഞ്ചൈസസ്, ജെ കസ്റ്റമർ ഓർ സപ്ലയർ റിലേഷൻഷിപ്പ്, കെ മാർക്കറ്റ് ഷെയർ, ഐ മാർക്കറ്റ് റൈറ്റ്സ്. ഇത്രയാണ് നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ, കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അടുത്ത റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻ്റ് ആണ്. എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക, എങ്ങനെയാണ് മെഷർമെൻറ്റ് നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ദ റെക്കഗ്നേഷൻ ഓഫ് എൻ ഐറ്റം ഓഫ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് requires an entity to demonstrate that the item meets. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു എൻറ്റിറ്റി എന്ത് ചെയ്യണം, ചില ഡെമോൺസ്ട്രേഷൻ നടത്തണം. എന്തൊക്കെയാണ്, ദ ഡെഫിനിഷൻ ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ എന്നുള്ള ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ, നേരത്തെ നമ്മൾ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ പറഞ്ഞില്ലേ, ഇത് രണ്ടും ഫുൾഫിൽ ചെയ്യണം, എന്നാൽ മാത്രമേ റെക്കഗ്നീഷൻ മെഷർമെൻറ്റ് പൂർണ്ണമാവുകയുള്ളൂ. ഇനി ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നേരത്തെ അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച അതേപോലെ തന്നെയാണ്. അതായത് പർച്ചേസ് പ്രൈസ്, ആഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് നോൺ റീഫണ്ടബിൾ ടാക്സസ് മൈനസ് റിബേറ്റ്സ്. 3 ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. 4 കോസ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് പ്ലസ്
പ്രൊഫഷണൽ ലീഗൽ ചാർജസ് പ്ലസ് കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് വരുന്നത്. ഇനി ചില എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് വരാത്ത ചില എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്. നേരത്തെ മറ്റ് അസറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ് കേട്ടോ, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. കോസ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്, കോസ്റ്റ് ഓഫ് കണ്ടക്ടിങ് ബിസിനസ് ഇൻ എ ന്യൂ ലൊക്കേഷൻ ഓർ ന്യൂ ക്ലാസ് ഓഫ് കസ്റ്റമർ ഓർ വിത്ത് എ ന്യൂ ക്ലാസ് ഓഫ് കസ്റ്റമർ. സി പോയിൻ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ജനറൽ ഓവർഹെഡ്സ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ജനറൽ ഓവർഹെഡ്സ്. ഇത്രയാണ് നമുക്ക് എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റിൻ്റെ ഭാഗമാവുന്ന എന്താണ്, നേരത്തെ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് പർച്ചേസ് പ്രൈസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, അതുപോലെ തന്നെ നോൺ റീഫണ്ടബിൾ ടാക്സ് പോലുള്ള ഐറ്റംസ് കൂട്ടുക, റിബേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ദെൻ മറ്റ് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, എംപ്ലോയി കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ലീഗൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇനി ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റാത്തത്, ഇതിൻ്റെ കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരാത്തത്, ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് സർവീസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഒരു ന്യൂ ലൊക്കേഷനോ ന്യൂ ക്ലാസ് ഓഫ് കസ്റ്റമറെയോ സെലക്ട് ചെയ്യുന്നതിനുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ അതിലേക്ക് ബിസിനസ് മാറുന്നതിനുള്ള കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ജനറൽ ഓവർഹെഡ്. ഇതൊന്നും എന്തിൻ്റെ കോസ്റ്റായിട്ട് വരില്ല, ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് വരുന്നതല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.